ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം NIOSന്റെ 6 മാസം കൊണ്ടുള്ള +2 അല്ലെങ്കിൽ SSLC നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ താല്പര്യമുണ്ടോ? 6 മാസം കൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നിങ്ങൾക്ക് NIOS വഴി ലഭ്യമാകുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ? അപ്പൊ 6 മാസം കൊണ്ട് ഈ ഒരു SSLC അല്ലെങ്കിൽ +2 നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴായിരിക്കും രജിസ്ട്രേഷൻ വരുന്നത് എന്ന് സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണ്. സോ നിങ്ങൾക്ക് ഇപ്പോ ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് ഒക്ടോബർ ബാച്ചാണ്. 2025 ഒക്ടോബർ ബാച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ബാച്ച് ഏപ്രിൽ ബാച്ചാണ്. 2026 ഏപ്രിൽ ബാച്ചാണ് വരുന്നത്. ഇപ്പോ 2025 ഏപ്രിൽ ബാച്ച് ഓൾറെഡി എക്സാം എഴുതി കഴിഞ്ഞു. പബ്ലിക് എക്സാമിനേഷൻ കഴിഞ്ഞു, റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒന്നുകൂടെ ഒന്ന് പറയാം, ഇയർലി 2 ബാച്ചസ് ആയിട്ടാണ് നമ്മൾ NIOSൽ കോഴ്സുകൾ കുട്ടികൾ പഠിക്കുന്നത് 6 മാസം കൊണ്ട്. 2 ബാച്ച് എന്ന് പറയുമ്പം ഏപ്രിൽ ബാച്ചും ഒക്ടോബർ ബാച്ചും ആണ് വരുന്നത്. അപ്പം ഒക്ടോബർ ബാച്ചിലെ സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പോൾ പ്രിപ്പറേഷനിലാണ്. ഇനി നെക്സ്റ്റ് ബാച്ചിലെങ്കിലും രജിസ്ട്രേഷൻ എടുക്കണം, എപ്പോഴാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഈ വരുന്ന ജൂലൈ 31 വരെ മാത്രമേ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഏത് ബാച്ചിലേക്കാണ്? 2026 ഏപ്രിൽ ബാച്ചിലേക്ക്. അപ്പൊ 2026 ഏപ്രിൽ ബാച്ചിലെങ്കിലും അഡ്മിഷൻ എടുത്ത് 6 മാസം കൊണ്ട് +2 അല്ലെങ്കിൽ SSLC എഴുതണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ജൂലൈ 31 മുമ്പേ തന്നെ നിങ്ങൾ ഫീസ് അടച്ച് രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ജൂലൈ 31 ശേഷം എന്തുകൊണ്ടാണ് മിസ് അങ്ങനെ പറഞ്ഞത്? ജൂലൈ 31 ശേഷം ഫൈന് വരുന്നുണ്ടോ എന്നായിരിക്കും അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ഫൈന് വരും. ഈ ഒരു ജൂലൈ 31 ശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ 260 രൂപയായിരിക്കും ആദ്യഘട്ടത്തിൽ ഫൈനായിട്ട് കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ഘട്ടം ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 520 എന്നുള്ള രീതിക്ക് വരും. തേർഡ് ഘട്ടത്തിൽ നിന്ന് വരുമ്പോൾ 910 എന്നുള്ള രൂപ നിങ്ങൾക്ക് വരും. സോ ഇത്രയും ഫൈന് അടച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഫൈൻ അടയ്ക്കാതെ തന്നെ മാക്സിമം എല്ലാവരും ആഗ്രഹമുള്ള ഈ ഒരു 6 മാസം കൊണ്ട് +2 ചെയ്യണം, SSLC ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും ഇത് അറിഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബാച്ചിലേക്കുള്ള. അപ്പൊ എത്രയും പെട്ടെന്ന് ജൂലൈ 31 മുമ്പേ തന്നെ ഒരു ഡിസിഷൻ എടുക്കുക. ഈ ഒരു കോഴ്സ് എടുക്കണോ, 6 മാസം കൊണ്ടുള്ള +2 ഞാൻ എടുക്കണോ, ഏതെടുക്കും, ഏത് സ്ട്രീം എടുക്കും, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, അങ്ങനെ പലതും ഉണ്ട് അല്ലെ. അപ്പൊ സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കും അല്ലെ. പാരാമെഡിക്കൽ, അതുപോലെ തന്നെ ഒരുപാട് കോഴ്സുകളുണ്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. അതുപോലെ തന്നെ ഇപ്പോൾ SSLC ഇല്ലാത്തവർക്കാണെങ്കിൽ SSLC ആയിരിക്കും ആദ്യം എഴുതിയെടുക്കേണ്ടി വരിക. അത് കഴിഞ്ഞിട്ടായിരിക്കും +2 ചെയ്യേണ്ടി വരിക. അപ്പൊ +2 തന്നെ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഇതിനൊക്കെ ഒരുപാട് ആവശ്യകതകളുണ്ട് മുമ്പോട്ടേക്ക്. അതായത് ഇപ്പം ഓൾറെഡി +2 സയൻസ് എടുത്തു, ഫെയിലായി, ഒരു സബ്ജക്റ്റ് കിട്ടിയില്ല, 2 സബ്ജക്റ്റ് കിട്ടിയില്ല, ഇങ്ങനെയുള്ളവർക്കും ഒക്കെ TOC വഴി NIOSൽ 2 സബ്ജക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ബാക്കി എക്സാം എഴുതി നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC അല്ലെങ്കിൽ +2 നേടിയെടുക്കാൻ ഈ ഒരു NIOSന്റെ കോഴ്സ് വഴി സാധ്യമാകുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്നുകൂടെ മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതിനൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ജൂലൈ 31 മുമ്പേ തന്നെ നിങ്ങൾ NIOSന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് 2026 ഏപ്രിൽ ബാച്ചിലെ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ NIOSൽ എക്സാം എഴുതി 6 മാസം കൊണ്ട് +2 എടുക്കണം, SSLC എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒപ്പം നമ്മൾ NIOSന്റെ ഇത്തരത്തിലുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസും ഒക്കെ വീഡിയോസ് ആയിട്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഓൾ കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പ്, ടെലഗ്രാം ഗ്രൂപ്പ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊന്ന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ടും ഇതേപോലെ രജിസ്ട്രേഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്